ഹലോ എവ്രി വൺ, നമ്മളിന്ന് ഇന്ത്യയിലേക്ക് പോവുകയാണ് ആഫ്റ്റർ 4 months. അപ്പോൾ സൈതാറിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. രാവിലെ 10:30 ഫ്ലൈറ്റാണ്. അച്ഛനും അമ്മമ്മേനെയും കാണാൻ പോവുകയാണ് ഷിലു. അപ്പോൾ എല്ലാവർക്കും ടേൽസ് ഓഫ് ഇന്ത്യൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത് സൈതാറിൻ്റെ ഫ്രണ്ട് യാസിറിൻ്റെ കാറിലാണ്. അപ്പോൾ പെട്ടിയൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് സിന്ധു ചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിന്ധു ചേട്ടൻ നമ്മളെ നെയ്ബറാണ്. അപ്പം നമ്മൾ ലൈറ്റായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള പ്രൊമിനൻറ്റ് റെസ്റ്റോറൻറ്റിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ എയർപോർട്ടിലേക്കുള്ള റോഡിലെത്തിയിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിലെത്തിയത് 8:30-ക്കാണ്. നമ്മൾ ഫ്ലൈറ്റ് 10:30 എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ഇഷ്ണുവിന് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഞാൻ രാവിലെ തന്നെ ഇഷ്ണുവിനെ ഉറക്കത്തിന് എഴുന്നേറ്റ് കുളിപ്പിച്ചെടുത്തതായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ എയർപോർട്ടിൻ്റെ ഡിപ്പാർച്ചർ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മളെ ലഗേജൊക്കെ കാറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചു. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതായിരിക്കും. അബുദാബി എയർപോർട്ടാണ് UAE സെക്കൻഡ് ലാർജസ്റ്റ് എയർപോർട്ട്. ഇതിൻ്റെ പേരാണ് സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്ത് യാസിർ തിരിച്ച് വീട്ടിലോട്ട് പോക്കായി. സോ താങ്ക് യു സോ മച്ച് യാസിർ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ബോർഡിംഗ് പാസിന് മുമ്പേ വെയിറ്റ് നോക്കേണ്ടി വന്നിട്ടില്ല. ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ക്യൂ പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. ഫൈനലി നമുക്ക് ബോർഡിംഗ് പാസൊക്കെ കിട്ടി. നമുക്ക് 2 ഹാൻഡ് ലഗേജ് ആയിരുന്നു ഉണ്ടായത്. ഒരു ഹാൻഡ് ലഗേജ് ഞാൻ ചെക്കിംഗ് ബാഗിൻ്റെ കൂടെ തന്നെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഹാൻഡ് ലഗേജ് മറ്റേ ഹാൻഡ് ലഗേജ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ണുവിനെ ഒന്ന് നിലത്തിറക്കിയത് നമുക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എയർപോർട്ട് കഴിച്ച് ഓട്ടമായിരുന്നു. അങ്ങനെ നമ്മളുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോക്കായി. നമുക്ക് കിട്ടിയ ഗേറ്റ് നമ്പർ D46 ആയിരുന്നു.
സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞത് മുതൽ D46 ഗേറ്റ് വരെ നമുക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ പോസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൈനലി D46 ഗേറ്റിൻ്റെ അടുത്തെത്തി. D46 ആണ് നമ്മളെ ഗേറ്റ് വരുന്നത്. ഇഷ്ലുവിന് എയർപോർട്ടിലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ തന്നെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. ഇഷ്ലു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതൊക്കെ കണ്ടിട്ട് ആ കുട്ടി അടുത്ത് വന്നിട്ട് ഇഷ്ലുവിൻ്റെ കൈ പിടിക്കാനൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ ഇഷ്ലു ആണെങ്കിൽ ഒരു സ്ഥലത്ത് അനങ്ങാണ്ട് നിന്നാലല്ലേ ഇഷ്ലു മറ്റുള്ളവരുടെ ലഗേജൊക്കെയാണ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായത്. ഇതുപോലത്തെ ഒരു റെഡ് ട്രോളി ഇഷ്ലുവിൻ്റെ ഉണ്ട്. അപ്പോൾ ആ ട്രോളി ഞാൻ ഇപ്രാവശ്യം ക്യാരി ചെയ്യുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രോളിക്ക് തന്നെ ഉണ്ടാവും 3 kg വെയിറ്റ്. അപ്പം തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്ക് എന്തായാലും വെയിറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഇഷ്ലുവിൻ്റെ ഓട്ടവും ചാട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇഷ്ലുവിൻ്റെ അച്ഛമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എയർപോർട്ടിലെത്തിയത് പറയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇഷ്ലുവിൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഫൈനലി ഗേറ്റ് ഓപ്പൺ ആയപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ ഉള്ളിലെ സീറ്റിംഗ് ഏരിയയിലേക്ക് പോയി. ഗേറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടും ഇഷ്ലുവിൻ്റെ എയർപോർട്ട് എക്സ്പ്ലോറിങ് കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ക്ഷീണിച്ചിട്ടാണോ എന്നറിയില്ല, അവസാനം എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ആൾ. ക്ഷീണായ അങ്ങനെ നമ്മുടെ ഹാൻഡ് ലഗേജ് എടുത്തിട്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് കണ്ണൂരേക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിലും കണ്ണൂർ എയർപോർട്ടും അബുദാബി എയർപോർട്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ മദേഴ്സിനും പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റിയാണ്. അത് എനിക്ക് ഇതുവരെ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ആ ഒരു പ്രയോറിറ്റി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അബുദാബി എയർപോർട്ടിൽ നമ്മൾ വിത്തൗട്ട് എനി ക്യൂ നിൽക്കാതെ തന്നെ എൻ്റെ കയ്യിൽ മോളെ കണ്ടപാടും തന്നെ നമുക്ക് മുന്നോട്ടേക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ക്യൂ ഒന്നും നിൽക്കാണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ, ഇവരാണ് നമ്മൾ ഫ്ലൈറ്റിലുള്ള ക്യാബിനൊക്കെ ക്ലീൻ ചെയ്യാറുള്ളത്. നമ്മൾ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു. നല്ല നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു ഇത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇന്ന് ഫ്ലൈറ്റ് അധികം ക്രൗഡഡ് ആയിരുന്നില്ല. നമ്മുടെ സീറ്റ് 8E and F ആണ്. ഒരു വിൻഡോ സീറ്റ് നമുക്കുണ്ടായിരുന്നു. ഫ്ലൈറ്റ് 45 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടായിരുന്നു അബുദാബിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായത്. ഫ്ലൈറ്റ് പുറപ്പെട്ടാടും മിഷിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഉറങ്ങിച്ചത് കാരണം അവൾ നല്ല ടയേർഡായിരുന്നു. 2 മണിക്കൂറത്തെ ഉറക്കത്തിന് ശേഷം ഇഷ്ലു എണീറ്റു. ഞാൻ ഫ്ലൈറ്റിലേക്ക് കുറച്ച് മിക്സഡ് റൈസും ഗ്രേപ്സൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ലുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായത്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് വേറെ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടില്ല.
ഈ മിക്സഡ് റൈസിൽ ഞാൻ ചിക്കൻ, പ്രോൺസ്, എഗ്ഗ് ഇതൊക്കെ ആയിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കേരളത്തിലെത്തി. ഇനി ഏതാനും മിനിറ്റുകൾക്കകം നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഫൈനലി ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമ്മളെ ബാഗേജ് ക്ലെയിമും ടിക്കറ്റ് ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വഴിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പോകുന്നത് നമ്മളെ ചിക്കൻ ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഷില് പതിവ് പോലെ എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നടക്കുന്നുണ്ട്. എയർപോർട്ടിൻ്റെ മുക്കും മൂലയും കാണാണ്ട് ഇഷിലൊന്നും സമാധാനം ഉണ്ടാവില്ല. ഇഷിലു അങ്ങനെ നമ്മൾ ഓരോ ചിക്കൻ ബാഗ് കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഇപ്രാവശ്യം ആരും കൂട്ടാനൊന്നും വരുന്നില്ല, പകരം ഡ്രൈവർ കാറും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ കാർ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനാണ് നമ്മളുടെ പ്ലാന്. അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് 2.5 hours ജേർണിയാണ് വീട്ടിലേക്കുള്ളത്. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വളപട്ടണം പാലം. വളപട്ടണം പുഴേൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുന്നത് കാരണം നമുക്ക് റോഡിൻ്റെ 2 വശത്തായിട്ട് കുറേ ചന്തയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ 5 o'clock ആയിരുന്നു എയർപോർട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായത്. ഇപ്പോൾ ഒരു 8:30 ആകുമ്പോഴാണ് വീട്ടിലെത്തിയിട്ടുള്ളത്. ഇനിയുള്ള വ്ളോഗുകളിൽ നമുക്ക് നാട്ടിലെ വിശേഷങ്ങൾ കാണാം. So thank you for watching my video. Do like and subscribe my video.